ഓക്കെ. അപ്പം നമ്മളിന്ന് നമ്മുടെ സിലബസിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് നോക്കുന്നത്. ലേണിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസ്. നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന പല എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അക്വയർ ചെയ്തിട്ട് നമ്മുടെ ബിഹേവിയറിൽ പെർമനന്റ് ആയിട്ടൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലേണിംഗ്. ഓക്കെ. ലേണിങ്ങിനെ കുറേ രീതിയിൽ ആൾക്കാർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ലേണിംഗ് ഈസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ദാറ്റ് റിസൾട്ട് ഫ്രം എക്സ്പീരിയൻസ്. ഇതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു കാര്യം നമ്മൾ ലേൺ ചെയ്യണം എന്നുണ്ട് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ലേണിംഗ് ഹാപ്പൻ ചെയ്യണം എന്നുണ്ട് വെച്ചെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ ഉള്ളിൽ? മെയിനായിട്ട് നമ്മളൊരു കാര്യം പഠിക്കണം എന്നുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഈ കാര്യത്തിന് എന്ത് ചെയ്യണം, ഒരു ഇൻഫോർമേഷനെ നമ്മൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടണം. അതിനെയാണ് നമ്മൾ അക്യൂസിഷൻ എന്ന് പറയുന്നത്. അക്യൂസിഷൻ ഇസ് ദ ഇനീഷ്യൽ പീരീഡ് ഓഫ് ലേണിംഗ്. ലേണിങ്ങിൻ്റെ ഏറ്റവും ആദ്യം നടക്കുന്ന കാര്യം അക്യൂസിഷൻ ആണ്. ഈ അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻകോഡിംഗ് എന്ന് പറയും. ഈ എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രൈവൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മെമ്മറിയുടെ ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളതാണ്, സ്റ്റേജസ് ഓഫ് മെമ്മറി. ഇതന്നെയാണ് ലേണിങ്ങിലും സംഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഈ അക്യൂസിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ പ്രോസസ്സാണ് അക്യൂസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു പുതിയ ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്വയർ ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ സ്വീകരിച്ച സാധനത്തിനെ നമ്മൾ അവിടെ നിന്ന് ഹോൾഡ് ചെയ്യണം, വേണ്ടേ? ഇല്ലെങ്കിൽ അത് അപ്പം തന്നെ വീണ് പോവില്ലേ? ഇപ്പം നമ്മൾ സെൻസറി മെമ്മറിയിൽ കുറേ കാര്യങ്ങൾ കാണുന്നു, പക്ഷേ കുറേ കാര്യങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടമാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഇതിനെയാണ് റീടെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മെമ്മറിയിലെ സ്റ്റോറേജ് എന്ന് പറയുന്ന സ്റ്റേജിന് തുല്യമാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണോ നമ്മൾ ലേൺ ചെയ്ത കാര്യം, അല്ലെങ്കിൽ എന്താണോ നമ്മൾ കണ്ട കാര്യം, എക്വയർ ചെയ്ത കാര്യം, ആ ഒരു സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ലോങ് ടേം മെമ്മറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവിടെ സ്റ്റോർ ചെയ്തിട്ട് അവനെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് റീടെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ആണ് റീകോൾ എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനത്തിനെ നമ്മൾ തിരിച്ചെടുക്കുന്നതിനെയാണ് റീകോൾ എന്ന് പറയുന്നത്. റിട്രൈവൽ പോലെ തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനെ നമ്മൾ വീണ്ടും ഓർത്തെടുക്കുക, പുറത്തേക്ക് എടുക്കുക. അതാണ് റീകോൾ എന്ന് പറയുന്നത്. അപ്പം ഈ 3 സ്റ്റേജുകൾ കഴിയുമ്പോഴാണ് നമുക്ക് ലേണിംഗ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഈ ലേണിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് എഡ്വാർഡ് ടോഡേക്ക്, ഇവാൻ പാവ്ലോവ്, BF സ്കിന്നർ, ആൽബർട്ട് ബന്ദുര. ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തിയറീസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് നമ്മൾ 1 by 1 ആയിട്ട് താഴെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനായിട്ട് നമ്മൾ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ലേണിങ്ങിൻ്റെ തിയറീസ് ആണ്. ഈ ലേണിങ്ങിൻ്റെ തിയറീസിനെ നമ്മൾ ബിഹേവിയറൽ തിയറീസ്, കോഗ്നിറ്റീവ് തിയറീസ്, എന്താ പറയുക, സോഷ്യൽ തിയറീസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ബിഹേവിയറൽ തിയറീസിൽ തന്നെ അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസ് എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെയും ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെയും പറയുന്നത്. എന്താണ് അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസ് എന്ന്? അപ്പോൾ ഈ അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസിൽ ഒരു തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്? ചില കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്വഭാവം പഠിക്കുന്നത് എന്നാണ് ഈ തിയറീസിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അസോസിയേറ്റീവ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ആളാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ച്വലി ഇവാൻ പാവ്ലോവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സൈക്കോളജിസ്റ്റ് ഒന്നും ആയിരുന്നില്ല, ഒരു ഫിസിസ്റ്റ് ആയിരുന്നു. ആള് നായ്ക്കളിൽ ഒരു സ്റ്റഡി, ഒരു ഫിസിയോളജിക്കൽ സ്റ്റഡി നടത്തുകയായിരുന്നു. ഒരു നായയുടെ മുകളിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഈ നായനെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇതിൻ്റെ ഇടയിൽ ഈ നായ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവാൻ പാവ്ലോവ് ഫുഡ് നമ്മൾ എന്തായാലും കൊടുക്കുമല്ലോ. അത് ഈ കൊടുക്കുന്ന സമയത്ത് ഇവാൻ പാവ്ലോവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം നോട്ട് ചെയ്തു. ഫുഡ് കൊടുക്കാൻ വരുന്ന ഇവാൻ പാവ്ലോവിൻ്റെ ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നായ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നായ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ സൗണ്ട് കേൾക്കുമ്പോൾ ഓക്കെ എനിക്കുള്ള ഫുഡാണ് വരുന്നത് എന്നതിൻ്റെ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ത്രൂ ദാറ്റ് സലൈവേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഇവാൻ പാവ്ലോവ് നോട്ടീസ് ചെയ്തു. അതിൽ നിന്നാണ് അദ്ദേഹം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയും ഇപ്പം നമ്മൾ വളരെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ലേണിങ്ങിലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു തിയറിയിലേക്ക് അത് വന്നെത്തപ്പെടുകയും ചെയ്തത്. അപ്പം അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ആക്ച്വലി ഒരു ഫുഡ് കൊടുക്കുമ്പോൾ നായ്ക്ക് സലൈവേഷൻ വരിക എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഫുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കാണുമ്പോൾ നമുക്ക് സലൈവേഷൻ സംഭവിക്കും. അതുപോലെ നല്ലൊരു ഫുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ നായ്ക്ക് കൊടുക്കുന്ന ഫുഡ് കാണുമ്പോൾ നായ സലൈവേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ നമ്മളൊന്നും കൺട്രോൾ ചെയ്യുകയോ നമ്മളൊന്നും ആഡ് ഓൺ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഫുഡ് കണ്ടാൽ ഒബ്വിയസ്ലി നായ്ക്ക് സലൈവേഷൻ വരും. അതുകൊണ്ട് തന്നെ ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അവിടുത്തെ സ്റ്റിമുലസ് ആണ്. ഫുഡിനോട് തിരിച്ചു കാണിക്കുന്ന പ്രതികരണം നായയുടെ സലൈവേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ റെസ്പോൺസ് ആണ്. അത് നിങ്ങൾക്കറിയാലോ. ഫുഡ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്, സലൈവേഷൻ എന്ന് പറയുന്നത് റെസ്പോൺസ് ആണ്. അപ്പം ഇത്രയും അത് ഫിക്സഡ് ആണ്. അപ്പം ഈ ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സാധനം നമ്മൾ ആർട്ടിഫിഷ്യലി ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഫുഡ് എന്ന് പറയുന്ന സ്റ്റിമുലസിനെ നമ്മൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയും. അതേപോലെ തന്നെ ആ ഫുഡിനോട് ഉണ്ടാവുന്ന റെസ്പോൺസിനെ നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും. ഇത് രണ്ടും അൺകണ്ടീഷണലി വന്നിട്ടുള്ള സാധനമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും മാനിപ്പുലേറ്റ് ചെയ്തിട്ടല്ല വരുന്നത്. അതവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി പാവലോവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫുഡിൻ്റെ കൂടെ ഒരു ബെല്ലും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ബെല്ലടിക്കും. അപ്പോൾ ഈ ബെല്ലെന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ നായ്ക്ക് സലൈവേഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. നമുക്കറിയാം ബെല്ലടിക്കുമ്പോൾ നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, സലൈവേറ്റ് ചെയ്യാറില്ല. അപ്പം ഈ ബെല്ലെന്ന് പറയുന്നത് അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നു, ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് കൊടുക്കുന്നു. അപ്പോൾ നായ ഫുഡ് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രം. പിന്നെ നമ്മൾ ഈ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ല് മാത്രം കൊടുക്കുമ്പോൾ നായ സലൈവേറ്റ് ചെയ്യുമോ? നായ സലൈവേറ്റ് ചെയ്യില്ല. കാരണം ബെല്ല് എന്ന് പറയുന്നത് നായയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു കാര്യം അല്ലായിരുന്നു. പക്ഷെ കുറച്ചധികം നാൾ ഈ ഫുഡും ബെല്ലും കൂടെ ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് കൊടുത്തപ്പം നായ എന്ത് പഠിച്ചു? നേരത്തെ പാവ്ലോവിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കേൾക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നത് പോലെ നായ പഠിച്ചു. ബെല്ലടിച്ചാൽ ഉടനടി എനിക്ക് എന്ത് വരും? ഫുഡ് വരും എന്ന് ഡോഗ് ലേൺ ചെയ്തു. ആൻഡ് ആഫ്റ്റർ അതിനാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ബിക്കോസ് പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കാണ്ട് തന്നെ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടാൽ നായ എന്ത് ചെയ്യാൻ തുടങ്ങി? സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ബെല്ലടിക്കുമ്പോൾ നായ സലൈവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കി കൊടുത്തൊരു സ്വഭാവമാണ് ആർട്ടിഫിഷ്യലി. അല്ലാണ്ട് ഒരു ബെല്ല് കേട്ടാൽ ഒരിക്കലും പുതുതായിട്ട് കേൾക്കുന്ന ഒരു ബെല്ലിന് നായ സലൈവേറ്റ് ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് എപ്പോൾ സലൈവേറ്റ് ചെയ്ത്? അത് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പം ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്ന ബെല്ല് സലൈവേറ്റ് ചെയ്യാതിരുന്നപ്പം ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്ന ബെല്ല് കണ്ടീഷനിങ് കഴിഞ്ഞതിന് ശേഷം ബെല്ലെന്ന് പറയുന്നത് എന്തായി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയി. അതിന് കിട്ടുന്ന റെസ്പോൺസ് കണ്ടീഷൻഡ് റെസ്പോൺസും ആയി. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്തൊക്കെയോ അതിൻ്റെ മുകളിൽ ചെയ്തിട്ടാണ് അത് കാണുമ്പോൾ നായ്ക്ക് സലൈവേഷൻ വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ലെ എന്ന് പറയുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസ് കിട്ടുമ്പോൾ നായ സലൈവേറ്റ് ചെയ്യുന്നു പറയുന്നത് നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ കണ്ടീഷനിങ് നടക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ബിഫോർ ക്ലാസിക്കൽ കണ്ടീഷനിങ് ബെല്ലെന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിനോട് നായ സലൈവേറ്റ് ചെയ്യുന്നില്ല. ഫുഡ് എന്ന് പറയുന്ന സ്റ്റിമുലസിനോട് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് ഒബ്വിയസ്ലി അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ കോർ കൺസെപ്റ്റ് കേട്ടോ. ആൻഡ് ദെൻ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സം പ്രിൻസിപ്പൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രിൻസിപ്പൾസ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ? കുറേ കാര്യങ്ങൾ, കുറച്ച് ടേംസ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഒന്നാമത്തെ സാധനം അക്യൂസിഷൻ എന്നാണ്. അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലേണിങ്ങിൻ്റെ സ്റ്റേജിൽ പഠിച്ചു. ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ലേണിംഗ് എന്നുള്ളത് എന്താണ്? ഒരു റെസ്പോൺസ് നമുക്ക് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക ആൻഡ് ഇറ്റ്സ് ഗ്രാജുവലി സ്ട്രെങ്തൻഡ്. ഈ കേസിൽ ഈ ബെല്ലടിക്കുമ്പോൾ നായ്ക്ക് സലൈവേറ്റ് ചെയ്യണോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് സലൈവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു എന്താ പറയുക, ബെല്ലടിച്ചാൽ ഫുഡ് കിട്ടുമെന്ന് നായ, ആ ബെല്ലും ഫുഡും തമ്മിലുള്ള ഒരു അസോസിയേഷൻ നായ ലേൺ ചെയ്ത ഒരു ബിഗിനിങ് സ്റ്റേജ്, ഒരു ഇനീഷ്യൽ സ്റ്റേജ്, ഇതിനെയാണ് അക്യൂസിഷൻ എന്ന് പറയുക. അവിടെയാണ് നായ അക്വയർ ചെയ്തത് എന്ത്? ഓക്കെ, ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കിട്ടും എന്ന് നായ അക്വയർ ചെയ്തത് അവിടെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്യൂസിഷൻ എന്ന് പറയുന്നത്. അടുത്തത് എക്സ്റ്റിങ്ഷനാണ്. എന്താണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മളിപ്പോൾ പ്രസൻറ്റ് എവിടെയാണ് കണ്ടീഷനിങ്ങിൽ നിൽക്കുന്നത്? ബെല്ല് കേട്ടാൽ നായ സലൈവേറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇനി കുറച്ച് കാലം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 വീക്സ് ബെല്ല് മാത്രം കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ ബെല്ലടിക്കുമ്പോൾ നായ ഉടനടി എന്ത് ചെയ്യും? സലൈവേറ്റ് ചെയ്യും. പക്ഷെ പോകെ പോകെ നായ മനസ്സിലാക്കും എന്ത് ചെയ്യും? അത് വെറുതെ തന്നെ പറ്റിക്കുകയാണ്,
ബെല്ല് മാത്രമേ ഉള്ളൂ, ഫുഡില്ല എന്ന് നായയ്ക്ക് മനസ്സിലാവും. അങ്ങനെ വരുന്ന സമയത്തേക്ക് നായ എന്ത് ചെയ്യും? പിന്നെ ബെല്ലടിച്ചാലും നായ എന്ത് ചെയ്യില്ല? സലൈവേറ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് പതിയെ പതിയെ മാഞ്ഞു പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ? ഈ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നുവെച്ചാൽ ബെല്ലെന്ന് പറയുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസും ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെയും പെയറിങ് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ പെയർ ചെയ്ത് കൊടുക്കാതെ ആവുമ്പോൾ പതിയെ പതിയെ നായ പഠിച്ചിട്ടുള്ള കണ്ടീഷൻഡ് റെസ്പോൺസ് കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്യണം. അടുത്തത് സ്പോണ്ടേനിയസ് റിക്കവറി ആണ്. അങ്ങനെ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിരിക്കുന്ന ഒരു ഡോഗ് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരികയാണ്? പെട്ടെന്നൊരു നമ്മൾ ഈ പെട്ടെന്നൊരു ദിവസം ഇപ്പോൾ 2 വീക്സ് നമ്മൾ ഫുഡും ബെല്ലും പെയർ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നായ എന്ത് ചെയ്തു? മറന്നു. നായ പിന്നെ ബെല്ല് കൊടുക്കുന്ന സമയത്തേക്ക് നായ സലൈവേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ആഫ്റ്റർ ദിസ് 2 വീക്സ് നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഫുഡ് ഒന്ന് കൊടുത്തു നോക്കുകയാണ്. ബെല്ലടിച്ചാൽ ഉടനെ ഫുഡ് കൊടുത്തു നോക്കുകയാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ ഡേ നായ എന്ത് ചെയ്യും? ബെല്ല് കേട്ടാലും വെറുതെ ബെല്ല് കേട്ടാലും നായ സലൈവേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ശീലം പഠിപ്പിക്കാനെടുത്ത ഒരു സമയം വേണ്ട. ആഫ്റ്റർ എക്സ്റ്റിങ്ഷൻ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കേൾക്കുമ്പോൾ നായക്ക് സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. ഓക്കെ, സംടൈംസ് എ ലേൺഡ് റെസ്പോൺസ് ക്യാൻ സഡൻലി റീ ഇമേർജ് even after a period of extinction. This is called spontaneous recovery. Okay. Then stimulus generalization ആണ്. What do you mean by this generalization? നമ്മൾ മൊത്തം ജനറലൈസ് ചെയ്യുക, എല്ലാത്തിനെയും ഒരുപോലെ നോക്കി കാണുന്നതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഹിയർ സ്റ്റിമുലസ് ജനറലൈസേഷൻ മീൻസ് ഇപ്പോൾ ഒരു ബെല്ല് കേൾക്കുമ്പോൾ നായ സലൈവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നായ എന്ത് ചെയ്യാണ്? സലൈവേറ്റ് ചെയ്യാണ് അറ്റ് ദ സൗണ്ട് ഓഫ് ദ ബെൽ സിമിലർ ടു ദ പെർട്ടിക്കുലർ ബെൽ. എന്ന് വെച്ചാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബെല്ലിനോട് സാമ്യമുള്ള എന്ത് ബെല്ല് എവിടെ നിന്ന് കേട്ടാലും നായ ഉടനടി സലൈവേറ്റ് ചെയ്യുക. അതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാലോ, ഈ സ്റ്റിമുലസ് ജനറലൈസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നായയ്ക്ക് എന്ത് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്? നായയ്ക്ക് കൊടുക്കുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലിൻ്റെയും പുറത്തുനിന്ന് കേൾക്കുന്ന ഏത് ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി നായക്കുണ്ടെങ്കിൽ ഈ വേറെ ഏത് ബെല്ല് കേട്ടാലും നായ എന്ത് ചെയ്യില്ല? സലൈവേറ്റ് ചെയ്യില്ല. നായ സലൈവേറ്റ് ചെയ്യുന്നത് എന്തിനു മാത്രമാണ്? ഈ പെർട്ടിക്കുലർ സ്റ്റിമുലസ് ആയിട്ടുള്ള കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലിനോട് മാത്രമാണ്. ഇതിനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷനിങ് എന്നും കൂടെ ഹയർ ഓർഡർ കണ്ടീഷനിങ്ങിനെ പറയുന്നുണ്ട്. എന്താണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ? ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ എങ്ങനെയാണ് പഠിച്ചത്? ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ്, ബെല്ലെന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് പെയർ ചെയ്ത് കൊടുത്തിട്ട് കുറേ കാലം കഴിയുമ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസ് നായിക്കുണ്ടാവുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ സ്റ്റിമുലസിൻ്റെ അസോസിയേഷൻ ഉണ്ടല്ലോ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും, ഇതിൻ്റെ കൂടെ അഡീഷണലി ഒരു ന്യൂട്രൽ സ്റ്റിമുലസും കൂടെ ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ബെല്ലിൻ്റെ കൂടെ ലൈറ്റും കൂടെ കൊടുക്കുക. അപ്പോൾ ഫുഡ്, ബെല്ല്, ലൈറ്റ്, ഇങ്ങനെ 2 ന്യൂട്രൽ സ്റ്റിമുലസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള കാര്യം എന്താണ്? ബെല്ല് കാണുമ്പോൾ സലൈവേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വേറെ എപ്പോഴെങ്കിലും ഈ ലൈറ്റ് കാണുമ്പോഴും നായ എന്ത് ചെയ്യും? സലൈവേറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് 2 തവണ 2 എണ്ണം കൊടുക്കുന്നതിനെയാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്തിന് പറയാനുള്ളത്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ പറയാനായിട്ട് ഉള്ളത്. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.